ഞാനും അച്ഛമോനും കൂടി രാത്രിയായപ്പോൾ കേക്ക് അന്വേഷിച്ചുള്ള നടത്താണ് കേട്ടോ. അവസാനം കേക്ക് ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ കേൾക്കുമ്പോൾ പേരൊക്കെ എഴുതി നമ്മൾ പോകുന്നത് ചേട്ടൻ്റെ ഓടിക്കാണ് കേട്ടോ. അങ്ങനെ അച്ഛനും കേക്കും കൊണ്ടുവന്ന് കടയിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മോളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ഇനി ശ്രീചേട്ടൻ പറഞ്ഞ് നമുക്ക് വേഗം കട അടയ്ക്കാം, കേക്ക് കൊണ്ട് പോകാമെന്ന്. കേക്ക് കൊണ്ട് പോകുന്നത് ചേട്ടൻ്റെ വീട്ടിലേക്കാണ്. ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അവിടെ ചെന്നപ്പോൾ ഓൾറെഡി ഒരു കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു. ഗാതുമോള് വന്നിട്ട് ചേട്ടൻ്റെ മോള് വന്നിട്ട് കേട്ടോ. അങ്ങനെ അവിടെ ചേച്ചിമോനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ കേക്കാണ് മുറിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ചേട്ടനെ ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഒരു 9 മണി, രാത്രി 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചേച്ചിമോനാണ്, ചേട്ടൻ്റെ മോൻ. അങ്ങനെ അമ്മ ഉണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി കേക്ക് മുറിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കസേര കണ്ടപ്പോൾ അതിലിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞാൻ അതിലിരുന്നു. അപ്പോൾ ഡോറ നല്ല കുറയായിരുന്നു. അങ്ങനെ ഡോറേനെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഡോറയ്ക്കും ഒരു ഹൈ പറയണേ. അങ്ങനെ ഇതാണ് ചേച്ചി കേട്ടോ, ചേട്ടൻ്റെ ഭാര്യ. അപ്പോൾ ഇവർ 2 ആൺമക്കളാണ് കേട്ടോ. ചേട്ടനും ശ്രീചേട്ടനും മാത്രമേ ഉള്ളൂ. വേറെ ഇവർക്ക് പെങ്ങന്മാരോ അനിയന്മാരോ വേറെ ആരുമില്ല. അപ്പോൾ എന്തായാലും ബിഗ് ബോസ് ഉള്ള സമയമായിരുന്നു കേട്ടോ. അതിലും കേക്ക് മുറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആ സമയത്ത് ഇവിടെയും കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിതാ കേക്കൊക്കെ മുറിക്കാനായിട്ട് നിൽക്കുകയാണേ. അപ്പോൾ എന്തായാലും ചേട്ടൻ പറയുന്ന രണ്ടാമത്തെ കേക്കാണ് മുറിക്കുന്നതെന്ന്. 2 3 എന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കേക്കും കൂടി വന്നു, അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ കേക്കൊക്കെ മുറിച്ചു. ഒരുപാട് സന്തോഷം. അപ്പോൾ ചേട്ടനും എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് അമ്മ എവിടെയാണെന്ന്. ചേട്ടൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. ചേട്ടൻ്റെ വീട് ഒരുപാട് ദൂരമൊന്നും അല്ല കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് 5 മിനിറ്റ് നടക്കാനുള്ള വഴിയേ ഉള്ളൂ. വണ്ടിയിലാണെങ്കിൽ പിടും എന്ന് പറഞ്ഞിട്ട് അവിടെ എത്തും കേട്ടോ. അപ്പോൾ അവിടെ തന്നെയാണ് ചേട്ടൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി കേക്കൊക്കെ മുറിച്ച് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് എല്ലാവരും കൂടി പോന്നു കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഒരു കുടുംബം എന്ന് പറയുന്നത്. ഇതിൽ ഗാതുമോള് മാത്രമേ ഇല്ലാത്തതുള്ളൂ. ഗാതുമോളുടെ ഹസ്ബൻഡും അവർ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും കേക്കൊക്കെ മുറിച്ച് എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ അടുത്ത കേക്കുമായിട്ട് ചേട്ടൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛമ്മ വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ അച്ഛമോനും കേക്ക് കൊടുത്തിട്ട്. അപ്പോൾ ഇതിനൊക്കെ ശേഷം കേക്ക് തുറക്കൽ പ്രക്രിയയുമായി നമ്മുടെ പാറുമോള് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞങ്ങളിരുന്ന് വർത്താനം പറയണം കേട്ടോ. പാറുമോള് വല്യച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ട്സ് വന്നു അടുത്ത കേക്കുമായിട്ട്. അങ്ങനെ 2 3 എന്ന് പറയുന്നത് സത്യമായിട്ടോ. എന്തായാലും നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു. അപ്പോൾ ചേട്ടന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് നേരെയാണ് കേട്ടോ.